Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മന്ത്ലി വീക്ക്ലി ഗിവവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 5യുടെ ഗെയിമിംഗ് റിവ്യൂ ആണ്. Snapdragon 665 പ്രോസസ്സർ HD+ ഡിസ്പ്ലേ ആയിട്ടാണ് Realme 5 നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Realme 5യുടെ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് PUBG ആണ്. അതിനുശേഷം Asphalt 9, Call of Duty, PES 2020 എന്ന ഗെയിമുകൾ നമ്മൾ കളിച്ചു നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പുള്ള ബാറ്ററി ലെവൽ 42%, ടെമ്പറേച്ചർ 33.4 ഡിഗ്രി. Realme 5യിൽ നമുക്ക് ബാലൻസ്ഡ് ഗ്രാഫിക്സ് ലെവൽ അതുപോലെ തന്നെ ഹൈ ഫ്രെയിം റേറ്റിലൊക്കെ PUBG കളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഡിഫോൾട്ട് സെറ്റിങ്സ് സ്മൂത്ത് ഗ്രാഫിക്സ് മീഡിയം ഫ്രെയിം റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഡിഫോൾട്ട് സെറ്റിങ്സിലാണ് PUBG ഇപ്പോൾ കളിച്ചു നോക്കാൻ പോകുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ PUBG Realme 5യിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ട്. എന്നിരുന്നാലും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് Realme 5യിൽ ലഭിക്കുന്നുണ്ട്. Realme 5യിൽ ഡ്രൈവിങ്ങും നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Realme 5യിൽ Snapdragon 665 ചിപ്സെറ്റ് ആണ് വരുന്നത്. 9,000 രൂപ ബഡ്ജറ്റിൽ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചില ഫ്രെയിം ഡ്രോപ്സുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PUBG വളരെ മനോഹരമായിട്ട് തന്നെ Realme 5യിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ അല്പം നേരം PUBG കളിച്ചു. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 36% ആണ്. ടെമ്പറേച്ചർ 42.6 ഡിഗ്രി ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് കളിക്കുമ്പോൾ ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അത് പൊതുവെ എല്ലാ ഫോണുകൾക്കും ഹീറ്റ് ആവുന്ന ഒരു രീതിയിൽ തന്നെയാണ് Realme 5യിലും ഹീറ്റ് ആവുന്നുള്ളൂ. ഒരു 40-42 ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാ ഫോണുകളും ഹീറ്റ് ആവുന്ന ഒരു ടെമ്പറേച്ചർ ലെവലാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും Realme 5യിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് Call of Duty എന്ന ഗെയിം Realme 5യിൽ ഒന്ന് കളിച്ച് നോക്കാം. അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് Realme 5നകത്ത് നോക്കാം. Tied for the lead. We've taken the lead. Call of Duty നമുക്ക് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ Realme 5യിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും നമുക്കില്ല. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് Realme 5യിൽ നമുക്ക് ലഭിക്കുന്നത്.
ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 32%, ടെമ്പറേച്ചർ 44 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോൾ ചെറുതായിട്ട് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 44 ഡിഗ്രി ഒരു അല്പം ഓവർ ഹീറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആസ്ഫോൾട്ട് 9 എന്ന ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. Time to put the temper to the quiet corner. Hush, that's enough, said the ruler. No suckers allowed to break bread. ആസ്ഫോൾട്ട് 9 നമുക്ക് Realme 5 കളിക്കുമ്പോൾ യാതൊരു ഇഷ്യൂയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് ആസ്ഫോൾട്ട് 9 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ വീണ്ടും ഒരു 0.3 ഡിഗ്രി കൂടിയിട്ടുണ്ട്. അങ്ങനെ 44.3 ഡിഗ്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ തീർച്ചയായും Realme 5 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് PES 2020 എന്ന ഗെയിമും കൂടി ഒന്ന് Realme 5 കളിച്ച് നോക്കാം. PES 2020 നമുക്ക് ഒരു വിധ ലാഗും ഇല്ലാതെ തന്നെ നമുക്ക് Realme 5 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഓവറോൾ നമുക്ക് Realme 5 ലഭിക്കുന്നത്.
തീർച്ചയായും 9,000 രൂപ ബഡ്ജറ്റിൽ ഒരു നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ് റിയൽമി 5i.